ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഹോസ്റ്റലേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ റൂട്ടീൻ പോലെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഹോസ്റ്റലേഴ്സിനെ പറ്റിയ ഒരു വീഡിയോ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഹോസ്റ്റലിലാണ് നിന്ന് പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും കുറച്ചും കൂടി ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള റൂട്ടീൻ ഞാൻ പറയാം. മെയിൻ ആയിട്ടുള്ള റൂട്ടീൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമുക്ക് മെയിനായിട്ടും നല്ലൊരു ഓയിൽ നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകണം. വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലാണ്. നമ്മൾ ഏതൊക്കെ പുറമെ നിന്നുള്ള ഒരു ഓയിൽ വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മുടിയൊഴിച്ചിലുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേര പാലിൽ തന്നെ എണ്ണ കാച്ചിയെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ അല്ലാതെ നാളികേര പാലിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എണ്ണ കാച്ചാം. എണ്ണ കാച്ചുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ എണ്ണ കാച്ച 2-3 തരത്തിൽ എണ്ണ കാച്ചുന്നുണ്ട്. ഭൃംഗരാജ് ഓയിൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാധാരണ മെയിനായിട്ടും ചെറിയ ഒരു കറിവേപ്പില അങ്ങനത്തെ ചെറിയ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഒരു 3-4 കൂട്ടം വെച്ചിട്ടുള്ള ഒരു ഓയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഒന്നും പറ്റില്ല, നിങ്ങൾ ഹോസ്റ്റലിൽ തന്നെയാണ് സ്ഥിരമായിട്ട് നിൽക്കുന്നത്, വല്ലപ്പോഴും ആണ് വീട്ടിൽ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ ഉണ്ട്. നമുക്ക് കാച്ചൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഒരു 3 ദിവസം നമുക്ക് വെയിലത്ത് ആ ഒരു ഓയിൽ വെച്ചിട്ട് നമുക്ക് തലയിൽ തേക്കാൻ പറ്റുന്ന ഒരു കരിഞ്ജീരകത്തിന്റെ ഓയിലും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ അത് ഇതിൽ ഏതെങ്കിലും 3-1 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാച്ചി അങ്ങനെയൊക്കെ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു കരിഞ്ജീരകത്തിന്റെ ഓയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പൊ ഓയിലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഓയിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പൊ ഓയിൽ മസാജ് നിർബന്ധമായിട്ടും ചെയ്യണം, ഓയിലിംഗ് ചെയ്യണം. വീക്ക്ലി 3 ടൈംസ് ആണ് നിങ്ങൾ ഓയിലിംഗ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റില്ലെങ്കിൽ 2 ടൈമെങ്കിലും ആഴ്ചയിൽ 2 ടൈം നിങ്ങൾ ഓയിലിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പാക്ക് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ മുടിയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. മുടി കൊഴിച്ചിലിൽ നിന്ന് നമുക്ക് അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഓയിലിംഗ് കഴിഞ്ഞു. ഇനി ഓയിലിംഗ് കഴിഞ്ഞു നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മസാജിങ് ആണ്. എപ്പോഴും നമ്മൾ ഓയിലിംഗ് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്താലാണ് നമുക്ക് കൂടുതലായിട്ടും റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ നമുക്ക് കുറച്ചൊരു ഡെയിലി ഓയിലോ ഒക്കെ ചെയ്ത് അങ്ങനെ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനും ആ ഒരു ടൈമിൽ മെയിനായിട്ടും ഒരു വീക്ക്ലി 3 ടൈംസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹോട്ട് ഓയിൽ തന്നെയാണ് ചെയ്യുക. ഞങ്ങൾ തിളപ്പിച്ച വെള്ളം നിങ്ങൾക്ക് താഴത്തോടെ കിട്ടും. അപ്പോൾ തിളപ്പിച്ച വെള്ളം കൊണ്ടിട്ട് ചെറിയൊരു ബൗളിൽ വേറൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരിക വെളിച്ചെണ്ണ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്യും. നമുക്ക് തിളപ്പിച്ച വെള്ളത്തിലായാലും വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഡബിൾ ബോയിൽ ആയി കിട്ടും. എന്നിട്ട് മസാജ് ചെയ്യും. മസാജ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ് മസാജ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് ചെയ്യും, ഞാൻ എൻ്റെ ഫ്രണ്ടിന് ചെയ്തു കൊടുക്കും. അപ്പം നമുക്ക് കൂടുതൽ നേരം നമുക്ക് എന്തെങ്കിലും കഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കുറേ നേരം അവർ മസാജ് ചെയ്ത് തരാറുണ്ട്. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ മസാജ് ചെയ്യുന്നേക്കാളും നമുക്ക് വേറൊരു ആൾ മസാജ് ചെയ്ത് തരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, ആ ഒരു ശരിക്കും ആ ഒരു മസാജിന്റെ എഫക്റ്റും കിട്ടും. നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം, റിലാക്സ് ആയിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ചെയ്ത മെത്തേഡാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓയിൽ മസാജ് നിർബന്ധമായിട്ടും ചെയ്യാം. ഓയിൽ മസാജിന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ സർക്കുലർ ആയിട്ട് നമുക്ക് ഈ ഒരു ഫിംഗർ ടിപ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നെഗൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പാടില്ല. ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടും ഇങ്ങനെ സർക്കുലർ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടെ, ഇങ്ങനെ നന്നായിട്ടും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇട്ട് ഉരയ്ക്കാനൊന്നും പാടില്ല, എപ്പോഴും സ്മൂത്ത് ആയിട്ട് ചെയ്യാം. അപ്പൊ 2ാമത്തെ പോയിന്റ് ഓയിൽ മസാജിങ് ആണ്. ഇനി 3ാമത്തെയാണ് നമ്മുടെ പാക്ക് വരുന്നത്. അപ്പൊ പാക്ക് വരുമ്പോൾ നമുക്ക് ഈ ഹോസ്റ്റലിൽ ചെയ്യാൻ പറ്റുന്ന പാക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറിയുള്ളി വെച്ചിട്ടുള്ള പാക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ ചെറിയുള്ളി നമുക്ക് എന്തായാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് അടിക്കാനും അതിന്റെ നീരെടുക്കാനും ഒരു ഓപ്ഷൻ ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ ഓയിൽ എടുക്കുക. അതിൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ ഓയിൽ എടുക്കുക. 1 ടേബിൾ സ്പൂൺ നിങ്ങൾ സാധാരണ ഓയിൽ എടുക്കുക. 1 ടേബിൾ സ്പൂൺ നിങ്ങൾ കാസ്റ്റർ ഓയിൽ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് ഇപ്പൊ ഹാഫ് ആണെങ്കിൽ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആണെങ്കിൽ അങ്ങനെ. ഇപ്പൊ 2 ടേബിൾ സ്പൂൺ ആണെങ്കിലും 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ എടുത്താൽ മതി. എന്നിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി പകുതി മുറിച്ചിട്ട് ആ ഒരു ചെറിയുള്ളി ഈ ഒരു എണ്ണയിൽ മുക്കിയിട്ട് നന്നായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ മെയിൻ ആയിട്ടും ഈ ഒരു ചെറിയുള്ളി അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. ഇത് ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോൾ ചെയ്തിരുന്നതാണ്, ചെറുള്ളി വെച്ചിട്ട്. മെയിനായിട്ടും ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലും ഈ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഡാൻഡ്രഫിന്റെ ശല്യം മിക്ക പേർക്കും ഉണ്ടാവും. അപ്പൊ അതൊക്കെ പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഈ ഒരു ചെറിയുള്ളി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ചെറിയുള്ളി പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സബോള ആയാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ചെറിയുള്ളിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ അങ്ങനെ മുക്കിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു നിങ്ങൾക്ക് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ഫസ്റ്റ് വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യാം, ഈ ഉള്ളി വെച്ചിട്ടുള്ള പാക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്കെൻഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് യൂസ് ചെയ്യാം. എഗ് പാക്ക് നല്ലതാണ്. എഗ്ഗ് നമുക്ക് വേറെ ഒന്നുമില്ല, എഗ്ഗിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അലുവര ഉണ്ടെങ്കിൽ അലുവര യൂസ് ചെയ്യാം. അപ്പൊ അലുവര ഒക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഹോസ്റ്റലിൽ തന്നെ വെക്കണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് 100% നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലുവര ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഏതാണെന്ന് വെച്ചാൽ. അപ്പൊ അത് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്റ്റലേഴ്സിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് ആദ്യം തന്നെ പറയാം. എന്നിട്ട് ഞാൻ ഈ ഒരു വീക്ക്ലി നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറെ പൊടികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നെല്ലിക്കയുടെ പൊടി കിട്ടും, അതുപോലെ തന്നെ കറിവേപ്പിലയുടെ. നമുക്ക് ഹോസ്റ്റലിൽ പോകുമ്പോൾ നമുക്ക് തന്നെ പൊടിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നല്ല ഓർഗാനിക് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം. എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ ഭൃംഗരാജിന്റെ പാക്ക് വേണമെങ്കിൽ ഭൃംഗരാജ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ചെമ്പരത്തിയുടെ താളി വേണമെങ്കിൽ അതുണ്ട്. ചെമ്പരത്തിയുടെ ഈ ഒരു പൂവിന്റെ മാത്രം പെറ്റൽസിന്റെ മാത്രം പൊടി ഉണ്ടെങ്കിൽ അതുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഹോസ്റ്റലേഴ്സിന് പ്രത്യേകിച്ചും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ പൊടികളൊക്കെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുന്നതിനനുസരിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേച്ചാലും മതി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അരച്ച് എടുത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇങ്ങനെ പാക്കുകളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ചെമ്പരത്തിയുടെ ഈ ഒരു പൂവൊക്കെ ആകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് സ്മൂത്തൻ ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു അലുവര ജെല്ലും കൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ തൈര് നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഹോസ്റ്റലിലൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ ഡെയിലി തൈര് ഉണ്ടായിരുന്നു. അപ്പൊ തൈര് വെച്ചിട്ടൊക്കെ ഞങ്ങൾ എപ്പോഴും മുടി നന്നായിട്ടും ഈ പാക്കൊക്കെ ഇടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കറിവേപ്പില വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം. കറിവേപ്പില ഉണക്കി പൊടിച്ചത്. അപ്പൊ ഉണക്കുമ്പോൾ എപ്പോഴും തണലത്തിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ആര്യവേപ്പിന്റെ ഇലയും നല്ലതാണ് കേട്ടോ. അപ്പൊ ആര്യവേപ്പിന്റെ ഇലയും നിങ്ങൾക്ക് ഉണക്കി പൊടിച്ചു കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പൊടികളായിട്ട് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു പാക്കുകളുടെ കാര്യം പറഞ്ഞു. പിന്നെ മെയിൻ ആയിട്ടും ഉലുവ നിങ്ങൾക്ക് പൊടിച്ചു കൊണ്ടുപോകാം. ഉലുവയുടെ അല്ലെങ്കിൽ ഉലുവ ഫുൾ ആയിട്ടുള്ള ഉലുവ ആയാലും മതി. തലേദിവസം നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം മാത്രമായാലും യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് അതിന്റെ ഒരു തരിതരിപ്പ് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് മുടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി കഞ്ഞിവെള്ളം തലേദിവസം ഇട്ടിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം അവൈലബിൾ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ ആയാലും നമുക്ക് ഈ ഒരു പാക്ക് പോലെ ഇട്ടിട്ട് നെക്സ്റ്റ് വീക്ക്, അപ്പൊ ആദ്യത്തെ വീക്ക് നമ്മൾ ഉള്ളി ഇട്ടു, നെക്സ്റ്റ് വീക്ക് നമുക്ക് ഈ ഒരു ഉലുവയുടെ പാക്ക് ആയാലും ഇട്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ലാസ്റ്റ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീക്കെൻഡിൽ നമുക്ക് ഒരു പ്രോട്ടീൻ പാക്ക്, നമുക്ക് എഗ്ഗ് നമ്മൾ ആദ്യത്തെ വീക്ക് ചെയ്തെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാക്ക് ഫ്ലാക്സ് സീഡോ അങ്ങനെ എന്തെങ്കിലും, ഫ്ലാക്സ് സീഡിൽ നന്നായിട്ട് പ്രോട്ടീൻ പാക്ക് പോലെ തന്നെയാണ്. അപ്പൊ ഫ്ലാക്സ് സീഡ് ഇടാം. അങ്ങനെയല്ലോ. അപ്പൊ ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് പൊടിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് തേച്ചാലും മതി കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് കേടും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൊടികൾ അവൈലബിൾ വെച്ചാൽ അതും കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നെല്ലിക്കയുടെ പൊടിയോ അതോ കറിവേപ്പിലയുടെ പൊടിയോ ആര്യവേപ്പിന്റെ പൊടിയോ അങ്ങനെ ഏത് പൊടിയാണ്, അല്ലെങ്കിൽ ഹൈബിസ്കസോ അല്ലെങ്കിൽ ഭൃംഗരാജോ ഏത് പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെയായാലും യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ഇതിന്റെ കൂടെ ഇത് മാത്രം ചേർക്കാവൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അങ്ങനെയായാലും നമുക്ക് പാക്കുകൾ ഇടാം കേട്ടോ, അത് കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു പാക്ക് കഴിഞ്ഞു പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോസ്റ്റ്ലി ക്ലോറിൻ വാട്ടർ ആയിരിക്കും. അപ്പൊ അതിന് പറ്റിയ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആപ്പിൾ സിഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് അത് ഒരു ബക്കറ്റിൽ അത് ഒഴിച്ചിട്ട് അത് ആ ഒരു വെള്ളത്തിൽ കുളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടായാലും ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. എപ്പോഴും വെള്ളം ഒരു ദിവസം മുന്നേ നിങ്ങൾ പിടിച്ചു വെക്കാൻ സാധിച്ചാൽ പിടിച്ചു വെക്കാം. അപ്പൊ പിടിച്ചു വെക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ഒരു ആപ്പിൾ സിഡറോ അല്ലെങ്കിൽ ലെമൺ പിഴിഞ്ഞിട്ട് അങ്ങനെയായാലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഷാമ്പൂവിന്റെ കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ ഒരു ക്ലോറിൻ വാട്ടറും അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി നന്നായിട്ടും ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ കൂടുതലായിട്ടും നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യാം.
പിന്നെ ആപ്പിൾ സിഡറൊക്കെ ഒരു കണ്ടീഷണർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഹോസ്റ്റലേഴ്സിനും പറ്റിയ ഒരു കണ്ടീഷണറൊക്കെയാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഹോസ്റ്റലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആപ്പിൾ സിഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷണർ പോലെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ മൈൽഡായിട്ടുള്ള ഷാമ്പു എപ്പോഴും യൂസ് ചെയ്യാം. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഈ ഒരു താളിപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചു കൊണ്ടായില്ല, അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് താളിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ അലോവേരയും കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, തുളസിയും കറിവേപ്പില അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ അത് നമുക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് താളിപ്പൊടി വേണമെങ്കിൽ വാങ്ങിക്കാനും കിട്ടും, അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു, സൾഫേറ്റ് ഫ്രീ ആയിരിക്കണം. ഷാമ്പൂവിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഷാമ്പു നിങ്ങൾ യൂസ് ചെയ്യുക. ഖാദിയുടെ ഷാമ്പു ആയിരിക്കും കുറച്ചുകൂടി നല്ല ഓർഗാനിക് ആണ്, 100% ഓർഗാനിക് ഷാമ്പു ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് 2-3 വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഷാമ്പു നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ മൈൽഡായിട്ടുള്ള ഷാമ്പു, കണ്ടീഷണർ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ മുടി ഡ്രൈ ആവണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ നൈറ്റിൽ ഒരു സെറം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ഇനി പറയാം നെക്സ്റ്റ്. അപ്പോൾ ഹോസ്റ്റലേഴ്സിനൊക്കെ ഏകദേശം നന്നായിട്ട് എഫക്റ്റീവ് ആവും പറ്റിയിട്ടുള്ള ഒരു നൈറ്റ് കെയർ റൂട്ടീൻ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഹോസ്റ്റലേഴ്സിനുള്ള നൈറ്റ് കെയർ റൂട്ടീൻ ഞാൻ വഴിയെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നൈറ്റ് കെയർ റൂട്ടീൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതും പോയി കാണാം. അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നൈറ്റ് കെയർ റൂട്ടീനാണ്. അപ്പോൾ കുറേ പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് കെയർ റൂട്ടീൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻവേഷൻ മെത്തേഡിൽ ചെയ്യാം. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇൻവേഷൻ മെത്തേഡ് ആകുമ്പോൾ നമുക്ക് മുടി ലെങ്ത് വെക്കാനും തിക്നെസ് വെക്കാനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഇൻവേഷൻ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവേഷൻ മെത്തേഡ് ട്രൈ ചെയ്യണമെങ്കിൽ ആ ഒരു മെത്തേഡ് ചെയ്യാം. അതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ ലിങ്ക് ഇനി തപ്പിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അങ്ങനെയായാലും എൻ്റെ വക ഞാനൊരു ഹെൽപ്പ് അങ്ങനെയായാലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെന്താണ്, പിന്നെ ഏകദേശം നിങ്ങൾ വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലോറിൻ്റെ അധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്യൂരിഫയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിലത്തെ വെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. ഞങ്ങൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അധികമായിട്ട് മുടിയൊക്കെ ഡ്രൈ ആവുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ വെള്ളം പിടിക്കുന്ന ആ ഒരു വെള്ളത്തിൽ കുളിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആദ്യം ഒരു കപ്പ് നല്ല വെള്ളത്തിൽ കുളിക്കുക. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുളിച്ചിട്ട് നെക്സ്റ്റ് ബാക്കിയുള്ളതൊക്കെ വീണ്ടും സാധാരണ നോർമൽ വാട്ടറിൽ കുളിക്കുക. വീണ്ടും ഒരു നല്ല മിനറൽ വാട്ടറിൽ തന്നെ തല വാഷ് ചെയ്യുക ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ ക്ലോറിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ ഒരു ടിപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള പാക്കുകളും ഓയിൽ മസാജ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് നിൽക്കും. നന്നായിട്ട് മസാജ് ചെയ്യുക, ഓയിലിംഗ് ചെയ്യുക, പാക്കിലിടുക, പിന്നെ ഷാമ്പു ശ്രദ്ധിക്കുക, കണ്ടീഷണർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫുഡിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുഡ് നമുക്ക് ഹോസ്റ്റലിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഫുഡ് കിട്ടില്ല. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് എനിക്ക് പറ്റിയ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കൂടുതലായിട്ടും ഫുഡ് നമ്മളെ അവോയ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ അവിടുത്തെ ഫുഡ് ആകുമ്പോൾ എനിക്ക് അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് നിങ്ങൾ കൂടുതലായിട്ടും തൈരൊക്കെ നിങ്ങൾക്ക് പുറമെ എന്തായാലും നമുക്ക് ആ ഒരു യോഗേർട്ടൊക്കെ നമുക്ക് ഓൾറെഡി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ യോഗേർട്ട് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. കറിവേപ്പില യോഗേർട്ട്, അതുപോലെ തന്നെ എള്ള്, ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ബയോട്ടിൻ ഡ്രിങ്ക് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ഡ്രിങ്ക് ക്യാരറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് റോ ആയിട്ട് കഴിക്കാം. അതുപോലെ തന്നെ കപ്പലണ്ടി, അങ്ങനത്തെ ഒക്കെ നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലായിട്ടും നമുക്ക് വൈറ്റമിൻ ബി ആണ് അത്യാവശ്യം. കൂടുതലായിട്ടും വൈറ്റമിൻ ബി ഉള്ള ഫുഡുകൾ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇലക്കറികളൊക്കെ നിങ്ങൾ കഴിയുന്നതും കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഈ ഒരു മുടിയിലത്തെ എല്ലാ പ്രശ്നവും മാറിക്കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.